ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അല്ല 8th ചാപ്റ്ററായ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഈ പാഠഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ? റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കാം. ഫാക്ടേഴ്സ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫാക്ടേഴ്സ് എങ്ങനെ കാണുന്നത് ആദ്യം ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഫോർ എക്സാമ്പിൾ 8ന്റെ ഫാക്ടേഴ്സ് കാണുക എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ 8 എന്ന് എഴുതും, പിന്നെന്താണ് പ്രൈം ഫാക്ടർ എഴുതുക അല്ലേ. ഇങ്ങനെ വെച്ചിട്ട് 8ൽ 2 അല്ലേ, പ്രൈം 2 പ്രൈമാണ് അല്ലേ. അപ്പോൾ 8ൽ എത്ര 2 ഉണ്ട്? 4 അല്ലേ. അപ്പോൾ 4 എന്ന് എഴുതും. ഇനി എന്താ ചെയ്യുന്നത്? പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ എന്താക്കുകയാണ് ചെയ്യാണ്, ഈ 2 എഴുതുകയാണ് വീണ്ടും. ഇനി എന്താണ് 4ൽ എത്ര 2 ഉണ്ട്? 2 അല്ലേ. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പിന്നെ നമ്മൾ എന്താണ് 2 അല്ലേ. ലാസ്റ്റ് 1 എത്തുന്നവരെ നമ്മൾ ചെയ്യാം കേട്ടോ. 1 ഇരിക്കത്തില്ലല്ലോ. പിന്നെ അപ്പോൾ എന്താ 8ന്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതുക 8 = എത്ര 2 ഉള്ളത്? 1 2 3 അല്ലേ. എത്ര ഫാക്ടർ ഉള്ളത്? 3 അല്ലേ. അപ്പോൾ 2 × 2 അല്ലേ, ഇങ്ങനെ എഴുതുക. അപ്പോൾ 8ന്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് 2 × 2 × 2 അല്ലേ. അപ്പോൾ 2 × 2 എത്ര? 4 4 × 2 എത്ര? 8 അല്ലേ. ഈ ആൻസർ വരും വേണം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഫാക്ടർ ആക്കുക കേട്ടോ. അപ്പോൾ ഡിവിഷൻ നന്നായി പഠിക്കണം. ഡിവിഷൻ പഠിച്ചാലേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ഡിവൈഡ് മൾട്ടിപ്ലിക്കേഷനൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ 8ന്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ 2 × 2 × 2 എന്നാണ് അല്ലേ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇതിനെ നമുക്ക് ഈ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ, ഇത് നമുക്ക് പവറാക്കി എഴുതിക്കൂടെ ഇതിനെ? നോക്കൂ, ഇത് നമുക്ക് എന്താക്കുക, ഇതൊക്കെ 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു 2 എന്നിട്ട് എഴുതുക കേട്ടോ. ഇനി എത്ര 2 ഉണ്ട് ഇവിടെ? 1 2 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ പവറാക്കി എഴുതുക കേട്ടോ. 2⁻³ എന്നാണ് നമ്മളിത് എഴുതുക കേട്ടോ. അപ്പോൾ 8നെ നമുക്ക് എങ്ങനെ ആക്കാം? 2ന്റെ പവറാക്കിയിട്ട് 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ 8 = 8⁻³ ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പം ഫാക്ടർ ആക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? പവറാക്കി എഴുതേണ്ടതും പറഞ്ഞതല്ലേ. ഇനി ഞാൻ വേറൊരു നമ്പർ തരികയാണ്, അതൊന്ന് ചെയ്ത് നോക്കുക. 16 ചെയ്യുമ്പോൾ എങ്ങനെ? ഇതേപോലെ തന്നെ 16 വെച്ച് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ 16 അല്ലേ. 16 ആകുമ്പോൾ ഇവിടെ 2 അല്ലേ. അപ്പോൾ 2ൽ എത്ര? 8 ഉണ്ട് അല്ല. 16ൽ എത്ര? 2 ഉണ്ട്, 8 അല്ലേ. ഇതന്നല്ലേ. അപ്പോൾ 16 വരുമ്പോൾ നമുക്ക് എന്തായി? 16 = നമുക്ക് എങ്ങനെ എഴുതാം? എത്ര 2 ആണോ ഉള്ളത് അത്രയും 2 എഴുതുക. 1 2 3 4 അല്ലേ. അപ്പോൾ 2 × 2 × 2 × 2 ചെയ്യുക. എന്നിട്ട് = എന്താണ്? 2⁻². എത്ര 2 ഉണ്ട്? 4 അല്ലേ. അപ്പോൾ 2⁻4 എഴുതുക. സോറി, ഇവിടെ എഴുതിത്തരാം കേട്ടോ. 2⁻4 കണ്ടോ. 2ന്റെ മുകളിലായിട്ട് 4 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ അതാണ് എന്ത് പവറാക്കി എഴുതുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്റർ നമ്മൾ പവറാക്കി എഴുതുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പവറാക്കി എഴുതുക മനസ്സിലായല്ലോ. എത്ര 2 എന്താ ഇനി 2 തന്നെ ആയിരിക്കണമെന്നില്ല, 3 4 ഒക്കെ വരും. 4 വരില്ല അല്ലേ, പ്രൈം നമ്പറാണ് വരിക. അപ്പോൾ 2 3 പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 2 3 5 7 പിന്നെ 11 13 എക്സെട്ര അല്ലേ, 17 എക്സെട്ര വരും അല്ലേ. അപ്പോൾ ആ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഉണ്ടാക്കുക, ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് സെയിം നമ്പറുകൾ വരുന്നുണ്ടെങ്കിൽ എന്താക്കുക, ആ നമ്പറിന് എഴുതിയിട്ട് പവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നോക്കാം നമുക്ക് അടുത്തത് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ 128നെ നമ്മൾ എന്താക്കി ഇതേപോലെ തന്നെ 8 ചെയ്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് എന്താക്കുക, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും അല്ലേ. 2 × 2 × 2 × 2 × 2 × 2 × 2 എന്ന് എഴുതുക അല്ലേ. അപ്പോൾ ഇവിടെ എത്ര 2 ഉണ്ട്? ഇപ്പോൾ 2 എന്ന് എഴുതുക. അപ്പോൾ എത്ര 2 ഉള്ളത്? നമുക്ക് നോക്കാം. 2 എന്ന് എഴുതി. ഇനി എത്ര രൂപ? 1 2 3 4 5 6 7 അല്ലേ. അപ്പോൾ 2⁻7 നമുക്ക് എഴുതാം കേട്ടോ. കണ്ടോ ഇവിടെ എഴുതിയത് 2⁻7. ഓക്കെ, അപ്പോൾ 2⁻7നെ നമുക്ക് ഈ 2 × 2 എന്ന് പറഞ്ഞ 7 പ്രാവശ്യമാണ് 2 ഗുണിച്ചത് അല്ലേ, ഇൻറ്റു ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, പവറാക്കിയിട്ട് 2⁻7 എഴുതാം. അതുപോലെ 243നെ എന്താക്കുക, നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഇങ്ങനെ ചെയ്തല്ലോ. 8ൻ്റെത് അതേപോലെ 243ൻ്റെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ 2ൽ പോകില്ല അല്ലേ. അപ്പോൾ 3ൽ ചെയ്ത് നോക്കുക. അപ്പോൾ 3ൽ കിട്ടും. അപ്പോൾ എത്ര ഇത് കിട്ടും? എന്താ 3 × 3 × 3 × 3 × 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ = നമ്മൾ 3 ആണല്ലോ അല്ലേ. അപ്പോൾ ഒരു 3 എന്ന് കിട്ടി എഴുതുക. എന്നിട്ട് എത്ര 3 ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കുക. 1 2 3 4 5 അല്ലേ. അപ്പോൾ 3⁻5 അല്ലേ. അതാണ് എന്ത് വരുന്നത്? 243ൻ്റെ പവറായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, 3⁻5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇത് ഇൻറ്റു ചെയ്താൽ, ഇതെല്ലാം ഇൻറ്റു ചെയ്താൽ 243 കിട്ടും. ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ 128 കിട്ടും അല്ലേ. അത് ചെയ്തത് ശരിയാണോ നോക്കണമെങ്കിൽ നിങ്ങൾ ഇൻറ്റു ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കിയേ.
പിന്നെ ഇവിടെ പറയുന്നത് എക്സ്പൊണൻസിയേഷനും എക്സ്പൊണൻ്റ് ആണ് കേട്ടോ. എക്സ്പൊണൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പറേഷൻ ഓഫ് മൾട്ടിപ്ലൈ എ നമ്പർ ബൈ ഇറ്റ് സെൽഫ് റിപ്പീറ്റഡ്ലി. ഒരു നമ്പർ തന്നെ എന്താ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് ഇത് എക്സ്പൊണൻസിയേഷൻ എന്ന് പറയുന്നത്. എക്സ്പൊണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര മൾട്ടിപ്ലൈ ചെയ്തോ തമ്മിൽ എത്ര തന്നെ മൾട്ടിപ്ലൈ ചെയ്തോ ആ എണ്ണത്തിനെയാണ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, എന്താ ഇവിടെ നോക്കൂ, പവേഴ്സ്. പവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഗോട്ട് റിപ്പീറ്റഡ്ലി മൾട്ടിപ്ലൈ എ നമ്പർ ഇറ്റ് സെൽഫ് ആർ കോൾഡ് പവേഴ്സ്. ഇവിടെ നോക്കിയേ, ഇവിടെ 2�3 അല്ലേ, അപ്പോൾ ഈ 2ൻ്റെ പവറാണ് 3 എന്നാണ് പറയാം അല്ലേ. അതെന്താണ് 2ൻ്റെ പവർ അല്ലേ, അതായത് 3rd പവർ ഓഫ് 2 എന്ന് അതിന് പറയാം. ഇത് എന്താണ് 2nd പവർ ഓഫ് 3, ഇത് 4th പവർ ഓഫ് 7 എന്ന് പറയും കേട്ടോ. ഓക്കെ, പവർ എന്ന് പറയും. ഇതിൻ്റെ 2ൻ്റെ പവറാണ് 3 എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, എന്താണ് 500 ഇവിടെ പറയുന്നത് നോക്കിയേ, 128നെ നമ്മൾ എന്താക്കുക 2�7 എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് 243നെ 3⁵ എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ മറ്റേ എന്താണ് പ്രൈം ഫാക്ടർ വെച്ച് കണ്ടതാണ് അല്ലേ. പിന്നെ എങ്ങനെയാണ് 576നെ നമുക്ക് എന്താണ് ഈ പ്രൈംസിൻ്റെ പ്രോഡക്റ്റായി സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ച്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തപ്പോൾ നോക്കിയാൽ 576നെ എല്ലാം 2 അല്ല വന്നു അല്ലേ, ലാസ്റ്റ് 3യും വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇതിനെ ഇങ്ങനെ എഴുതിയതിന് ശേഷം എന്താക്കുക 2 എന്ന് എഴുതുക. 2ഉം 3യും ആണല്ലോ ഉള്ളത്, അപ്പോൾ 2 എന്ന് എഴുതുക. 2 എത്ര ഉണ്ട് എന്ന് നോക്കുക, എത്ര ഉള്ളത് 1 2 3 4 5 6 അല്ലേ. അപ്പോൾ 2ൻ്റെ പവറായിട്ട് എന്താക്കുക 6 എന്ന് എഴുതുക, ഇൻറ്റു പിന്നെ 3 അല്ലേ 3 എന്ന് എഴുതുക. 3 എത്ര ഉണ്ട് 1 2, ആ 2ന്ന് ഈ 3ൻ്റെ പവറാക്കി എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ 576നെ 2�6 × 3² എന്ന് പറയാം കേട്ടോ. 3² 3�2 എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ഏത് നാച്ചുറൽ നമ്പറും എന്താണ് ഗ്രേറ്റർ ദാൻ 1 റിട്ടേൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈം അല്ലേ. ഒന്നിൽ കൂടുതലുള്ള ഏത് നാച്ചുറൽ നമ്പറിനെയും നമുക്ക് എന്താക്കുക പ്രൈമിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ നോക്കിയാൽ എനി നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ക്യാൻ ബി റിട്ടേൺ ഐദർ ആസ് പവർ ഓഫ് എ പ്രൈം ഓർ ആസ് പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. ഓക്കെ, അതായത് എന്താ നാച്ചുറൽ നമ്പർ ഒന്നിലേറ്റവും കൂടുതലുള്ള ഏത് നാച്ചുറൽ നമ്പറിനെ നമ്മൾ എന്താണ് പ്രൈമിൻ്റെ പവറാക്കി എഴുതുക, അല്ലെങ്കിൽ എന്താണ് ഡിഫറെൻറ്റ് പ്രൈംസിൻ്റെ പവേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതുക കേട്ടോ. ഇനി നോക്കിയേ 125നെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ എഴുതാം 125നെ? ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ് 125 നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുക. ഇത് പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കുക. 125ൽ 2 ഉണ്ടോ? ഇല്ല അല്ലേ, ലാസ്റ്റ് 5 ആണ് അല്ലേ. അപ്പോൾ എന്താ 2 ഇല്ല. 3 ഉണ്ടോ? 5ൻ്റെ അല്ലേ, അപ്പോൾ 5 നമുക്ക് ആദ്യം എഴുതുക. 5 എന്തോന്നാണ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ 5ൻ്റെ എന്താക്കി എഴുതുക. അപ്പോൾ ഈ 125ൽ എത്ര 5 ഉണ്ട്? എത്ര ഉണ്ട്? 2 5s are 10, 25 അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ 25 × 5 എത്രയാണ്? 5 5s are 25, 2 ബാലൻസ് 5 2s are 10, 10 + 2 12 അല്ലേ. അപ്പോൾ 125 കിട്ടി. അപ്പം പിന്നെ എന്താ ഇനി അടുത്ത് 5ലേക്ക് നോക്കാം. 5 25ൽ എത്ര 5 ഉണ്ട്? 5 തന്നെ അല്ലേ. അപ്പോൾ 5 5s are 25 അല്ലേ. ഇത് 2 ഇൻറ്റു ചെയ്താൽ ഇത് കിട്ടണം അല്ലേ. ഇത് 2 ഇൻറ്റു ചെയ്താൽ ഇതും കിട്ടണം. ഓക്കെ, ഇനി എന്താണ് 5 അല്ലേ. 5 എത്ര ഉണ്ട്? 1 ആവുന്നവരെ നമ്മൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇതിനെങ്ങനെ നമുക്ക് എഴുതാം? 125 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 5 × 5 × 5 അല്ലേ. 5 × 5 × 5 അല്ലേ. ഇനി ഇതിനെ എന്താണ് അതിൻ്റെ പവറാക്കി എഴുതുക. ഇസ് ഈക്വൽ ടു ഇത് ഒക്കെ 5 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒറ്റ 5 ആക്കി എഴുതുക. ഇനി നമുക്ക് എത്ര 5 ഉണ്ട് തന്നെ വെക്കുക? 1 2 3 അല്ലേ. 3 5 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ 5ൻ്റെ മുകളിലായിട്ട് 3 എഴുതുക. ഓക്കെ, 3 5 അല്ലേ ഉള്ളത്. അപ്പോൾ ഇതാണ് 5�3 ആണ് കേട്ടോ. 5³ എന്ന് പറയും, 5�3 എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ 125ൻ്റെ മനസ്സിലായല്ലോ. അടുത്ത് നോക്കുക, 72 ആണ് കേട്ടോ. 72ൻ്റെ നമുക്ക് അതേപോലെ ഇങ്ങനെ പ്രൈം ഇതായിട്ട് ചെയ്യുക, പ്രൈം പ്രോഡക്റ്റ് ആയിട്ട് ആദ്യം ചെയ്യുക. 72 ആദ്യം നമുക്ക് എന്താക്കുക 2ലുണ്ടോ നോക്കുക അല്ലേ. 2ലുണ്ടോ നോക്കുക. പിന്നെ 2ൽ ഉണ്ട് അല്ലേ. 7ൽ എത്ര 3, ബാക്കി 1 ബാലൻസ് 12 6 അല്ലേ. അപ്പോൾ 36 അല്ലേ. 36 × 2 എത്ര? 2 6 are 12, 2 3s are 6 + 1 7 അല്ലേ. 72 തന്നെ. ഇനി അടുത്ത 2 എത്രയാണെന്ന് നോക്കുക. 36 എത്ര 2 ഉണ്ട്? 1 8 അല്ലേ. ഓക്കെ, 18 അല്ലേ. 18 × 2 36 അല്ലേ. ഓക്കെ, ഇനി എന്താ 2 നോക്കുക. ഓക്കെ, എത്രയാ 9. ഓക്കെ 9. ഇനിയോ 2 ഉണ്ടോ? 9ൽ 2 ഉണ്ടോ? ഇല്ല അല്ലേ. ഇനി 3 നോക്കുക. 3 നോക്കുക. അപ്പോൾ എത്രയാണ് 3 അല്ലേ. 9ൽ എത്ര 3 ഉണ്ട്?
3 അല്ലേ, 3 3s 9 അല്ലേ. ഇനിയോ 3യിൽ എത്ര 3 ഉണ്ട് നോക്കുക, 1 അല്ലേ. 1 ആവുന്നവരെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താക്കുക, 3 ആണുള്ളത് അല്ലേ. ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? 72 ഈസ് ഈക്വൽ ടു 72 ഈക്വൽ ടു 1 2 3 അല്ലേ. 2 ഇൻറ്റു, അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എഴുതി അല്ലേ. പിന്നെ എന്താ ഉള്ളത്? 3 ആണ് അല്ലേ. 3 എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലേ. 3 ഇൻറ്റു 3 ഓക്കെ. 3 ഇൻറ്റു 3 എന്ന് എഴുതി അല്ലേ. ഇനി എങ്ങനെ നമുക്ക് ഇതിന് പവറാക്കി എഴുതുക? 2 അല്ലേ അത് ഫസ്റ്റത്തെ. അപ്പോൾ 2 ആദ്യം എഴുതുക. 2 എത്ര 2 ഉണ്ട്? 1 2 3 അല്ലേ. അപ്പോൾ 2 റേസ് ടു 3 അല്ലേ. ഇൻറ്റു 3 അല്ലേ, ഈ 3 ആണ് അല്ലേ. ഈ 3 ആണ്. 3 എത്ര ഉണ്ട്? 2 എണ്ണം അല്ലേ. അത് നമ്മൾ എന്താക്കുക, 2 ആക്കി പവർ 2 എഴുതുക. അപ്പോൾ എന്താണ് 72 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 72 ഈസ് ഈക്വൽ ടു 2 റേസ് ടു 3 ഇൻറ്റു 3 സ്ക്വയറിന് എഴുതാം അല്ലേ. ഇതാണ് നമുക്ക് 72ൻ്റെ പ്രൈം പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 100 കേട്ടോ. 100 എങ്ങനെ നമുക്ക് ചെയ്യാം? 100 ഇതേപോലെ തന്നെ നമുക്ക് എന്താക്കുക, പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കുക അല്ലേ. 100 പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കുക. ഇപ്പോൾ പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ 100ൻ്റെ അല്ലേ. 2ൽ എത്ര ഉണ്ട് നോക്കുക. 2ൽ എത്ര 100 ഉണ്ട്? സോറി, 100ൽ എത്ര 2 ഉണ്ട്? 50 അല്ലേ. അപ്പോൾ 50. പിന്നെയോ ഇനി 2 നോക്കുക. 2ൽ 50ൽ എത്ര 2 ഉണ്ട്? 25 അല്ലേ. നിങ്ങൾക്ക് അറിയാത്തൊരു സൈഡിൽ എന്താക്കുക, 100 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്ത് നോക്കുക സൈഡിൽ. അപ്പോൾ 50 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 50 എന്ന് എഴുതുക. പിന്നെ എന്താണ് 50 ഡിവൈഡഡ് ബൈ 2 സൈഡിൽ ചെയ്ത് നോക്കുക. കിട്ടുന്ന 25 ആയിരിക്കും. ഞാൻ ചെയ്ത് നോക്കുക കേട്ടോ. സൈഡിൽ അറിയാത്തവർ ഇങ്ങനെ കിട്ടാത്തവർ അങ്ങനെ എഴുതുക കേട്ടോ. ഇനി ഇതിൽ 25ൽ 2 ഉണ്ടോ? ഇല്ല. 3 ഉണ്ടോ? ഇല്ല. പിന്നെ 5 ആണ് അല്ലേ. 5 ഉണ്ട് അല്ലേ. എത്ര 5 ആണ്? 5 5s 25 അല്ലേ. ഓക്കെ. 5 അല്ലേ. 5ൽ എത്ര 5 ഉണ്ട്? 1 അല്ലേ. അപ്പോൾ ഇത്രയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 100 ഈസ് ഈക്വൽ ടു ഇത് മൊത്തം എടുത്ത് എഴുതി. ഈ സൈഡിലുള്ളതൊക്കെ നമ്മൾ എടുത്ത് എഴുതുക കേട്ടോ. 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതി അല്ലേ. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്താൽ നമുക്ക് 100 കിട്ടണം. 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 5 എത്രയാണ്? 4 ഇൻറ്റു 5 4 5s 20 20 ഇൻറ്റു 5 100 അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പവറാക്കി എഴുതുക എങ്ങനെയാണ്? 2 ആദ്യം എഴുതുക. അപ്പോൾ 2ക്ക് എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട് അല്ലേ. അപ്പം എന്താണ് 2 2 അല്ലേ ഉള്ളത്. അപ്പോൾ 2ൻ്റെ പവർ എത്രയാണ്? 2 എന്ന് എഴുതുക അല്ലേ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 അല്ലേ. അതാണ് ഇവിടെ. ഇനി എന്താണ് അടുത്തത്? 5 അല്ലേ. ഇൻറ്റു ചെയ്താൽ മറക്കരുതേ. ഇൻറ്റു ചെയ്തണം 5 അല്ലേ. എത്ര 5 ഉണ്ട്? 1 2 2 5 ഉണ്ട് അല്ലേ. എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ പവർ എഴുതുക കേട്ടോ. അപ്പോൾ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് 100ൻ്റെ എന്താണ് പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് എങ്ങനെയാണ് എഴുതുക? പ്രൈമിൻ്റെ 2 റേസ് ടു 2 ഇൻറ്റു 5 റേസ് ടു 2 അല്ലെങ്കിൽ 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 250 ആണ് കേട്ടോ. അപ്പോൾ നോക്കൂ, 250നെ നമ്മളെന്താണ് പ്രൈം പ്രോഡക്റ്റ് ആയി എഴുതി അല്ലേ. 250ൽ 2 ഉണ്ട് അല്ലേ. അപ്പോൾ എത്രയാണ്? 125 അല്ലേ. അപ്പോൾ 125ൽ 5 വെച്ചിട്ടുമ്പോൾ 25ൽ എത്ര 5 ഉണ്ട് നോക്കുമ്പോൾ 5 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 250 ഈസ് ഈക്വൽ ടു 250 ഈക്വൽ ടു ഈ സൈഡിലൊക്കെ എഴുതുക. 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതുക. 2 ഒന്നേ ഉള്ളൂ അല്ലേ. അത് കുഴപ്പമില്ല. എന്താക്കുക, അവിടെ സൈഡിലുള്ള എന്താണോ അതൊക്കെ എഴുതുക. അവിടെ 1 കിട്ടുമ്പോൾ കേട്ടോ, ലാസ്റ്റ് 1 കിട്ടണം. എന്നിട്ട് സൈഡിലൊക്കെ എഴുതുക. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഓക്കെ. അപ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് ഇതിനെ പവറാക്കി എങ്ങനെ എഴുതുക? 2 ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ 2 ഒന്ന് എഴുതിയാൽ മതി. 2 വേണമെങ്കിൽ 2 റേസ് ടു 1 എഴുതിയാലും 2 തന്നെയാണ് കേട്ടോ. ഇൻറ്റു പിന്നെന്താണ് 2 രണ്ടെണ്ണം എത്ര? ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ 1 എഴുതുക കേട്ടോ. അപ്പോൾ അവർ പിന്നെ എന്തെന്താ അടുത്ത് 5 ആണ് അല്ലേ. അപ്പോൾ 5 എന്ന് എഴുതുക. ഇൻറ്റു എഴുതണേ, മറക്കരുത്. ഇൻറ്റു എഴുതണം കേട്ടോ. ഇൻറ്റു 5 എത്ര ഉണ്ട്? 1 2 3 അല്ലേ. അപ്പോൾ എന്താക്കുക? 5 ക്യൂബ് അല്ലേ. 2 റേസ് ടു 1 ഇൻറ്റു 5 ക്യൂബ് 215 കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? 3600 ആണ് കേട്ടോ. എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് എന്താ 3600 എന്നുള്ളത് 2ൽ എത്ര ഉണ്ട്? 1800 ആണ്. 2ൽ 900, പിന്നെ 900 2ൽ എത്രയാണ്? എത്ര ഉണ്ട്? 450 അല്ലേ. ഇനി 450ൽ എത്ര 2 ഉണ്ട് നോക്കുക? 225 അല്ലേ. ഇനി ഇത് 2 ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ലാസ്റ്റ് 5 അല്ലേ. അപ്പോൾ നമ്മൾ 5ൻ്റെ നോക്കാം കേട്ടോ. 5ൻ്റെ ചെയ്യാം. അപ്പോൾ 5 വരുമ്പോൾ എത്രയായി? 225 എത്ര 5 ഉണ്ട്? 45 അല്ലേ. അപ്പോൾ 45 ആണ് ഇവിടെ ചെയ്യാം. സ്ഥലം ലേറ്റ് ടീച്ചർ 45 ഇവിടേക്ക് എടുത്ത് എഴുതുക കേട്ടോ. ഓക്കെ, 45
അപ്പോൾ 45 ഇനി എത്ര 5 ഉണ്ട് നോക്കുക. എത്രയാണ് 45-ലുള്ളത്? 5 ഉണ്ട് അല്ലേ. അപ്പോൾ എത്രയാണ് 9 അല്ലേ. അപ്പോൾ 9 എഴുതുക. ഇനി 9-ൽ 45 ഉണ്ടോ? ഇല്ല അല്ലേ. 9-ൽ എന്താ ഉള്ളത്? 2 ഉണ്ടോ? ഇല്ല. 3 ആണല്ലോ അല്ലേ. അപ്പോൾ 3 എഴുതുക. അപ്പോൾ 3 3s are 9 അല്ലേ. ഓക്കെ. ഇനി 3-ൽ 1 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3600 is equal to 3600 is equal to എത്രയാ? ഈക്വൽ ടു 2 എത്ര ഉണ്ട്? 1 2 3 4 അല്ലേ. 4 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 1 2 3 4 അല്ലേ. പിന്നെയോ 5 എത്ര ഉണ്ട്? 1 2 5 അല്ലേ. ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു പിന്നെ 5 ഇൻറ്റു 5 അല്ലേ. ഇനി എത്ര 3 ഉണ്ട്? 3 അല്ലേ. 2 3 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലേ. ഓക്കെ. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് പവറാക്കി എങ്ങനെ എഴുതാം? 3600 is equal to 2ൻ്റെ ആദ്യം എഴുതുക അല്ലേ. 2 എത്ര ഉണ്ട്? 1 2 3 4 അല്ലേ. അപ്പോൾ 2⁴ എന്ന് എഴുതുക. പിന്നെ ഇൻറ്റു 2 × 3 നമുക്ക് നോക്കാം കേട്ടോ. 3 എഴുതുക. അപ്പോൾ 3 എത്ര ഉണ്ട്? 2 അല്ലേ. 3² എന്ന് എഴുതുക. ഓക്കെ. ഇനി എന്താ? 5 അല്ലേ. ഇൻറ്റു 5 എത്ര ഉണ്ട്? 2 അല്ലേ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത് എത്രയാണ്? അപ്പോൾ വരുന്നത് 5 അല്ലേ ലാസ്റ്റ്. അപ്പോൾ 3600 is equal to എങ്ങനെ? 2⁴ ഇൻറ്റു 3² ഇൻറ്റു 5² കേട്ടോ. 5² ആണത്. ഓക്കെ. 5 ആണ് ഇവിടെ. അപ്പോൾ 5² കേട്ടോ. അപ്പോൾ 3600 അതാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? 10,800 ആണ് അല്ലേ. അതും ഇതേപോലെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ എത്രയാണ്? 10800 10,800 2 എത്രയാണ്? 5400. പിന്നെ 2-ൽ ഇങ്ങനെ പോയിട്ട് 2700 2 1350 1350-ൽ 2 എത്ര? 675 അല്ലേ. ഇനി ഇതിൽ 2 ഉണ്ട്. ലാസ്റ്റ് 5 ആണ്. അപ്പോൾ 2 ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 5 ആയതുകൊണ്ട് 5-ലേക്ക് നേരിട്ട് കയറാം കേട്ടോ. പിന്നെ 3 ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും. അപ്പോൾ 5-ലേക്ക് എടുത്തു. അപ്പോൾ എത്ര 6-ൽ എത്ര 5 ഉണ്ട്? 117 ആണ് ബാക്കി ബാലൻസ് അല്ലേ. അപ്പോൾ 3 5s are 15 ആണ്. 25 ഉണ്ട് അല്ലേ. നിങ്ങൾ ചെയ്ത് നോക്കുക. 675 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും കേട്ടോ. അല്ല ആൻസർ ശരിയല്ലേ. 5 5 are 25 2 ബാലൻസ് 15 60 70 1 ബാലൻസ് 6. ഓക്കെ. ഇനി നമുക്ക് എന്താണ്? ഇനി നമ്മൾ അതേപോലെ തന്നെ ചെയ്യാം. 5 ലാസ്റ്റിൻ്റെ. അപ്പോൾ 5ൻ്റെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 30-ൽ എത്ര 5 ഉണ്ട് നോക്കുക. 135 ഡിവൈഡഡ് ബൈ 5 നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? 27 അല്ലേ. 135 അല്ലേ. ശരി തന്നെ അല്ലേ. അപ്പോൾ 27 ആണ്. ഇനി എന്താണ്? 27-ൽ എത്ര ഉണ്ട് നോക്കുക. 27-ൽ എത്ര ആണ്? 5 ഉണ്ടോ? ഇല്ല അല്ലേ. 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? 3 എഴുതുക. അപ്പോൾ എത്ര 27 ആണ്? 3 9s are 27 ആണ് അല്ലേ. അപ്പോൾ 3 9s are 27. ഇവിടെ സ്ഥലമല്ല. ടീച്ചർ ഇവിടെ എഴുതുക കേട്ടോ. ഇനി അടുത്തത് 9 വെച്ചിട്ടുള്ളത് 9 എഴുതുക. നിങ്ങൾ എന്താക്കുക? 9-ൽ എത്ര 3 ഉണ്ട് നോക്കുക. 3 അല്ലേ. ഓക്കെ. ഇനി നമുക്ക് 3-ൽ 1 അല്ലേ. ഇങ്ങനെ എഴുതുക. ഇനി നമുക്ക് എന്താക്കാം? 10,800 is equal to എങ്ങനെ എഴുതുക? 2 × 2 × 2 × 2 ഇൻറ്റു 5 × 5 ഇൻറ്റു 3 × 3 × 3 അല്ലേ. അതങ്ങനെ എഴുതുക. എന്നിട്ട് പവറാക്കി എഴുതുക. അപ്പോൾ നമുക്ക് പവറാക്കി എങ്ങനെ എഴുതുക? 2-ൽ ആദ്യം 2 എഴുതുക. 2-ൽ എത്ര 2 ഉണ്ട് അവിടെ? 1 2 3 4 അല്ലേ. അപ്പോൾ 2⁴ എഴുതുക. ഇൻറ്റു പിന്നെന്താണ്? 3ൻ്റെ നോക്കുക. 3 അല്ലേ. അപ്പോൾ 3⁻3. ഇനി അടുത്തെന്താ? 5 അല്ലേ. 5 എത്ര എണ്ണം ഉണ്ട്? 5 2 എണ്ണമാണ് അല്ലേ. അപ്പോൾ 5⁻2 എന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ നമുക്ക് 10,800 എങ്ങനെ കിട്ടും? 2⁴ ഇൻറ്റു 3⁻3 ഇൻറ്റു 5² എന്ന് എഴുതുക അല്ലേ. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ. ഇതുവരെയുള്ള ഭാഗങ്ങൾക്ക് നന്നായി മനസ്സിലായില്ലേ? ഓക്കെ. ഇത് നന്നായി മനസ്സിലാക്കുക കേട്ടോ. അടുത്ത വീഡിയോ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അടുത്ത ഭാഗം. ഓക്കെ. താങ്ക് യു.